അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നെയിം കാ പേട്, വേപ്പുമരം. നെയിം പറഞ്ഞാൽ വേപ്പുമരം. വേപ്പുമരമൊക്കെ കാണാത്തവർ കുറവായിരിക്കും. ഒരു കഴിച്ചണ ഒരു ഇല ഉണ്ട്, പക്ഷെ അതൊക്കെ തിന്നാൽ നമ്മുടെ ശരീരത്തിനൊക്കെ നല്ലതാണ്. തുമ്നെ നെയിം കാ ദറഖ്ത് ദേക്കാ ഹോഗ, നിങ്ങൾ വേപ്പിൻ്റെ മരം കണ്ടിട്ടുണ്ടാകും. വേപ്പിൻ്റെ മരം നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഉസ്കാ അസ്ലി നാം, അതിൻ്റെ യഥാർത്ഥ നാമം നീംബ് ഹേ, നേംബ് എന്നാണ് അതിൻ്റെ യഥാർത്ഥ പേര്. മനസ്സിലായല്ലോ? അർത്ഥം മനസ്സിലായില്ലേ? ദറഖ്ത് പറഞ്ഞാൽ മരം, ദേക്കാ ഹോഗ പറഞ്ഞാൽ കണ്ടിട്ടുണ്ടാകും. അതിൻ്റെ യഥാർത്ഥ പേര് നീംബ് എന്നാണ്. നീംബ് കാ മത്ലബ് ഹേ, നീംബിൻ്റെ ആശയമാകുന്നു എന്താണ്? ബീമാരിയോങ്കോ ദൂർ കർണേ വാല, രോഗങ്ങളെ അകറ്റി നിർത്തുന്നതിനാണ് എന്ത് പറയാ? നീംബ് എന്ന് പറയാം. രോഗങ്ങളെ അകറ്റി നിർത്തുന്നതിന്, വിദൂരത്താക്കുന്നതിന്. ഉസ് ദറഖ്ത് കാ ഹർ ഹിസ്സ കിസി ന കിസി കാം ആതാ ഹേ. ഉസ് ദറഖ്ത് കാ, ആ മരത്തിൻ്റെ, ഹർ ഹിസ്സ എല്ലാ ഭാഗവും, എല്ലാ ഭാഗങ്ങളും, കിസീന കിസി ഏതെങ്കിലും ഒരു രീതിയിൽ, കിസീന കിസി പറഞ്ഞ പ്രയോഗമാണ്, ഏതെങ്കിലും ഒരു രീതിയിൽ, കാമാതാഹെ ഉപകരിക്കുന്നു. കാമാന പറഞ്ഞാൽ ഉപകരിക്കാം, കാമാതാഹെ ഉപകരിക്കുന്നു. നേം സബി ജഗ ആസാനി സെ ലഗായാ ജാ സക്താ ഹെ. ഈ വേപ്പ് എന്ന് പറയുന്നത് സബി ജഗ, എല്ലാ സ്ഥലത്തും, സബി പറഞ്ഞാൽ എല്ലാ, ജഗ പറഞ്ഞ സ്ഥലം. അപ്പോൾ ഈ വേപ്പ് എന്ന് പറയുന്നത് എല്ലാ സ്ഥലത്തും ആസാനീസെ വളരെ പെട്ടെന്ന് തന്നെ, ലളിതമായി, സിമ്പിളായിട്ട്, അതാണ് ആസാനീസെ പറഞ്ഞാൽ, സിമ്പിളായിട്ട്, വളരെ ലളിതമായി, സിമ്പിളായിട്ട്, ലഗായാ ജാ സക്താ ഹെ, വെക്കാൻ സാധിക്കുന്നു, വെക്കാൻ സാധിക്കുന്നു, വെച്ചു പിടിപ്പിക്കാൻ സാധിക്കുന്നു. ലഗായാ ജാ സക്താ ഹെ പറഞ്ഞാൽ വെച്ചു പിടിപ്പിക്കാൻ സാധിക്കുന്നു എന്ന് പറഞ്ഞാൽ വളർത്താൻ സാധിക്കുന്നു. പെട്ടെന്ന് വേപ്പ് ഉണ്ടാകും, എവിടെയും നമുക്ക് വെച്ച് പിടിപ്പിക്കാം എന്നർത്ഥം. ലോഗ് നേം കെ സായമേ ബൈഠത്തെ ഹൈ, ജനങ്ങൾ നേം കെ സായമേ വേപ്പിൻ്റെ തണലിൽ, സായമറ നിഴലിലെ, തണലിൽ, ബൈഠത്തെ ഹൈ ഇരിക്കുന്നു. ബച്ച ഉസ്കെ സായമേ കേൾത്തെ ഹൈ, കുട്ടികൾ അതിൻ്റെ നിഴലുകളിൽ, അതിൻ്റെ തണലുകളിലായിട്ട് കളിക്കുന്നു. സായ പറഞ്ഞ തണൽ, നിഴൽ, പല അർത്ഥങ്ങളുണ്ട്. കേൾത്തെ ഹൈ കളിക്കുന്നു. ഓർ ജാൻവർ ഉസ്കെ നീച്ചെ ബൈഠ് കർ ആറാം കർത്തെ ഹൈ, ജാൻവർ മൃഗങ്ങൾ, ഉസ്കെ നീച്ചെ അതിന് താഴെ, ബൈഠ് കർ ഇരുന്നിട്ട്, ആറാം കർത്തെ ഹൈ വിശ്രമിക്കുന്നു. ജാൻവർ അതിൻ്റെ താഴെ ഇരുന്നിട്ട് വിശ്രമിക്കുന്നു. ആറാം കർത്തെ ഹൈ പറഞ്ഞാൽ വിശ്രമിക്കുന്നു. ഗറം കപ്പടോं की हिफाजत के लिए लोग संदूक में नीम की सूखी पत्तियाँ रखते हैं. गर्म कपड़ों की हिफाजत के लिए, ചൂടുള്ള ഡ്രസ്സിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ അയൺ ചെയ്തു, ഒരു ഉദാഹരണം. അപ്പോൾ അയൺ ചെയ്ത ആ ഒരു ഡ്രസ്സ് അയൺ ചെയ്തുകൊണ്ട് തന്നെ ചൂടുണ്ടാവും. ആ ചൂട് പോകാതെ തണുക്കാത്ത അവസ്ഥയിൽ തന്നെ നല്ല ചൂടോട് കൂടെ എന്തെങ്കിലും ഭക്ഷണം തിന്നാൽ നല്ല രസമല്ലേ? എന്നതുപോലെ തന്നെ ചൂടോട് കൂടെ ഡ്രസ്സ് ഇട്ട് അത് വേറെ രസമാണ്. അപ്പോൾ ഈ ഒരു ഡ്രസ്സിൻ്റെ ആ ഒരു ചൂട് അത് സംരക്ഷിക്കുന്നതിന് വേണ്ടി, ഹിഫാസത്ത് കലിയ സംരക്ഷിക്കുന്നതിന് വേണ്ടി, ചൂടുള്ള, ഗറം എന്ന് പറഞ്ഞാൽ ചൂടുള്ള, കപ്പടോങ്കി ഡ്രസ്സുകളുടെ, ചൂടുള്ള ഡ്രസ്സുകളുടെ, ഹിഫാസത്ത് കലിയ സംരക്ഷണത്തിന് വേണ്ടി, ലോക ജനങ്ങളെ, സ്വന്തോക്കുമേ പെട്ടിയിൽ, നീം കി സൂക്കി പത്തിയാ രക്തേ ഹൈ, അടുക്കി വെച്ച പെട്ടിയിൽ ഓരോ ഡ്രസ്സൊക്കെ നമ്മൾ അടുക്കി വെക്കൂലേ, അല്ലെങ്കിൽ അലമാരയിൽ ഷെൽഫുകളിലൊക്കെ അടുക്കി വെക്കൂലേ. അപ്പോൾ ആ സമയത്ത് അവർ സൂക്കി പത്തിയ ഉണങ്ങിയ ഇലകൾ രക്തേഹൈ വെക്കുന്നു. നീംക്ക് വേപ്പിൻ്റെ സൂക്കി പത്തിയ ഉണങ്ങിയ ഇലകൾ രക്തേഹൈ വെക്കുന്നു. നീംക്ക് പത്തിയോൻസെ കപ്പടോമേ കീട നെഹി ലഗ്ത, ഈ വേപ്പിൻ്റെ ഇലകൾ, പത്തിയോൻസെ വേപ്പിൻ്റെ, നീംക്ക് വേപ്പിൻ്റെ, പത്തിയോൻസെ ഇലകൾ കൊണ്ട്, അല്ലെങ്കിൽ ഇലകളാൽ, കപ്പടോമേ ഡ്രസ്സുകളിൽ, കീട നെഹിലക്ത പ്രാണികൾ വരുന്നിരിക്കൂല, പ്രാണികൾ ഉണ്ടാകൂല, നെഹിലക്ത ഉണ്ടാകൂല, അല്ലെങ്കിൽ ഇരിക്കൂല. കീട പറഞ്ഞാൽ പ്രാണികൾ ഒക്കെ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടാവും മിക്കവാറും.
മനസ്സിലായില്ല? ഉൻ പത്തിയോं से किताबों में दीमक नहीं लगती. ആ ഇലകൾ കാരണമായിട്ട് ഉൻ പത്തിയോं से ആ ഇലകൾ കാരണമായിട്ട് കിതാബോമെ കിതാബുകളിലെ ദീമക് നഹി ലഗ്തി ചിതൽ വരൂല. ദീമക്ക് പറഞ്ഞാൽ ചിതൽ, ദീമക്ക് പറഞ്ഞാൽ ചിതൽ, നഹി ലഗ്തി ഉണ്ടാകൂല. അപ്പോൾ ഈ ഒരു ഇല പുസ്തകത്തിൽ വെച്ചാൽ പുസ്തകം ചെതൽ പിടിച്ചൂല അതായി പറഞ്ഞു. മനസ്സിലായോ? ഉൻ പത്തിയോं से ആ ഇലകൾ കാരണമായിട്ട് കിതാബുകളിൽ ദീമക് നഹി ലഗ്തി ചിതൽ ഉണ്ടാവൂല, ചിതൽ പിടിക്കുകയില്ല. और ये अनाज के ज़ख़ीरे की भी ഹിഫാസത്ത് കർത്തി ഹൈ. മാത്രമല്ല ഈ ഒരു വിത്തുകൾ അല്ലെങ്കിൽ ഇതിൻ്റെ ഉൽപ്പന്നങ്ങളുടെ ذخيرة കെ ബി ശേഖരണത്തെയും ഹിഫാസത്ത് കർത്തി ഹൈ സംരക്ഷിക്കുന്നു. ദഖീറ എന്ന ഒരു സാധനം, കുറേ വിത്തുകൾ, ഒരു കൂമ്പാരം എന്നൊക്കെ പറയില്ല നമ്മൾ, അല്ലെങ്കിൽ മണലിൻ്റെ കൂമ്പാരം. കൂമ്പാരം എന്ന് പറഞ്ഞാൽ എന്താ? കൂട്ടിയിട്ട് കാണ്ട് കൂമ്പാരമായിക്കണു ഒന്നിച്ച് ഒരുപാടുണ്ട്, അപ്പോൾ അതിനെ നമ്മൾ കൂമ്പാരം എന്ന് പറയാം. അപ്പോൾ ഈ ഒരു വിത്തുകളുടെ ഈ കൂമ്പാരത്തെ സംരക്ഷിക്കാനും കേടുവരാതെ സംരക്ഷിക്കാനും ഈ ഇലകൾ വെക്കുമ്പോൾ സാധിക്കുന്നു എന്നാണ് പറയുന്നത്. ഹിഫാസത്ത് കർത്തി ഹൈ. സോക്കെ പത്തിയാം को अगर जलाया जाए तो उनके धुएं से मच्छर भाग जाते हैं. ഈ ഉണങ്ങിയ ഇലകളെ അഗർ ജലായ ജായേത്തോ അതിനെ ചൂടാക്കുകയാണെങ്കിൽ, കത്തിക്കുകയാണെങ്കിൽ, ജലാന രണ്ടർത്ഥത്തിൽ വരും, കത്തിക്കുക എന്നുള്ള അർത്ഥത്തിൽ വരും, അതുപോലെ ചൂടാക്കുക എന്നുള്ള അർത്ഥത്തിലും വരും. ഇവിടെ കത്തിക്കുക എന്ന അർത്ഥം വെച്ചാൽ മതി. ഈ ഒരു ഉണങ്ങിയ ഇലകളെ, സൂക്കിയറിന ഉണങ്ങിയ, പത്തിയോക്കോ ഇലകളെ, ഉണങ്ങിയ ഇലകളെ അഗർ ജലായ ജായേത്തോ കത്തിക്കുകയാണെങ്കിൽ ഉൻകെ ദുവേസെ അവയുടെ പുകകൾ കാരണമായിട്ട്, ദുയ എന്ന് പറഞ്ഞാൽ പുകകൾ, അവയുടെ പുകകൾ കാരണമായിട്ട് ആണ്. സേ എന്ന് പറയുമ്പോൾ കാരണമായി എന്നുള്ള അർത്ഥം കിട്ടും. സേ എന്ന് പറയുമ്പോൾ കാരണം. അപ്പോൾ ദുയേസെ പറഞ്ഞാൽ ആ പുകകൾ കാരണമായിട്ട് മച്ചർ ബാഗ് ജാത്തെ ഹൈ, കൊതുകുകളൊക്കെ ഓടി അകലുന്നു. മച്ചർ പറഞ്ഞാൽ കൊതുകുകൾ, മോസ്കിറ്റോസ്, കൊതുകുകൾ, ബാഗ് ജാത്തെ ഹൈ അവർ ഓടി ഒളിക്കുന്നു എന്ന് പറഞ്ഞാൽ മച്ചർ പിന്നെ വരൂല. नीम की हरी पत्तियों को पानी में उबाल कर नहाने से खारिश दूर हो जाती है. നീം की വേപ്പിൻ്റെ ഹരി പത്തിയോങ്കോ നല്ല പച്ചയുള്ള ഇലകളെ, പച്ചപ്പ് പിടിച്ച പച്ച ഇലകൾക്കാണ് ഹരി പറഞ്ഞ പച്ച. അപ്പോൾ ഹരി പത്തിയോങ്കോ പച്ചയുള്ള ഇലകളെ, നീമിൻ്റെ വേപ്പിൻ്റെ പച്ച ഇലകളെ, പച്ചിലകളെ പാനീമേ ഉബാൽക്കർ വെള്ളത്തിൽ തിളപ്പിച്ചിട്ട്, ഉബാൽന എന്ന് പറഞ്ഞാൽ തിളപ്പിക്കുക, അപ്പോൾ ഉബാൽക്കർ എന്ന് പറഞ്ഞാലോ തിളപ്പിച്ചിട്ട് എന്നൊരർത്ഥം കിട്ടും. ഹലോ, അപ്പോൾ വേപ്പിൻ്റെ പച്ച ഇലകളെ പാനീയമേ ഉബാൽക്കർ വെള്ളത്തിൽ തിളപ്പിച്ചിട്ട്, നഹാനേസെ കുളിക്കുന്നതിനാൽ, കുളിക്കൽ കൊണ്ട്, നഹാനാറ കുളിക്കട്ടോ, അപ്പോൾ നഹാനേസെ കുളിക്കൽ കൊണ്ട്, ഖാരിഷ് ദൂർ ഹോ ജാതി ഹൈ ചൊറി വിദൂരത്താകുന്നു. ചൊറി വിദൂരത്താകുന്നു എന്ന് പറഞ്ഞാൽ ചൊറി വരൂല ഈ എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? ഈ വേപ്പിൻ്റെ പച്ച ഇലകളുണ്ടല്ലോ, ആ ഇലകൾ വെള്ളത്തിലിട്ട് തിളപ്പിക്കുക, എന്നിട്ട് നമ്മളാണ് കുളിക്കുക. അങ്ങനെയാണ് കുളിച്ചു കഴിഞ്ഞാൽ എന്തുണ്ടാവും? ചൊറി വരൂല. ചൊറികളൊക്കെ ഉണ്ടെങ്കിൽ തന്നെയാണ് കുളിച്ചാണ് പോയിക്കോളും. മനസ്സിലായോ? നേംകെ ദറഖ്ത് പർ ഫൂൽ ലഗ്തേ ഹൈ, ഈ വേപ്പിൻ്റെ മരത്തിൽ എന്തുണ്ടാവും? ഫൂൽ ലഗ്തേ ഹൈ പുഷ്പം ഉണ്ടാകുന്നു. ഫൂൽ ലഗ്തേ ഹൈ പുഷ്പം ഉണ്ടാകുന്നു. നീം കെ ദറഖ്ത് പർ ഈ വേപ്പിൻ്റെ മരത്തിൻ്റെ മേൽ ഫൂൽ ലഗ്തേ ഹൈ. ഉസ്കെ പൽക്കോ നിബോളിയാൻ നെംകോളി കഹ്തേ ഹൈ, അതിൻ്റെ പഴത്തിന് വരുന്ന, അതിൻ്റെ ഫൽ എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? പഴം. ആ പഴത്തിന് പറയല് എന്താണെന്നറിയോ? നിബോലി എന്നോ അല്ലെങ്കിൽ നിംകോലി എന്നാണ് ഇതിന് പറയുക. അങ്ങനെയാണ് അതിന് പറയുക അർത്ഥം. മനസ്സിലായോ? അപ്പോൾ ഏതായാലും ഉസ്കോ കാനേസെ അതിനെ ഭക്ഷിക്കുന്നത് കാരണമായിട്ട്, അതിനെ ഭക്ഷിക്കൽ കൊണ്ട് പേട്ട് കി ബീമാരിയ ദൂർ ഹോ ജാതി ഹൈ വയറിലുള്ള എല്ലാ രോഗങ്ങളും ദൂർ ഹോ ജാതി ഹൈ വിദൂരത്താകുന്നു എന്ന് പറഞ്ഞാൽ വയറുവേദന അങ്ങനത്തെ ഒക്കെ ഇത് തിന്നാൽ പോകുന്നു, ഇല്ലാതെയാകും. ഏതെന്നാൽ അതിൻ്റെ പഴം തിന്നാൽ. മനസ്സിലായോ? ഉസ്കി ഗുഡ്ലി സെ तेल भी निकाला जाता है जो बहुत से कामों में इस्तेमाल होता है. അതിൻ്റെ കുരു കാരണമായിട്ട്, കുരുവിൽ നിന്ന്, കുടിലി പറഞ്ഞാൽ കുരു,
അപ്പോൾ ഉസ്കി ഏതിൻ്റെ വേപ്പിൻ്റെ കുടിലീസെ കുരുവിൽ നിന്നും തേൽ ബി എണ്ണയും നിക്കാല ജാത്താ ഹേ എടുക്കപ്പെടുന്നു, പുറപ്പെടുവിക്കുന്നു. അപ്പോൾ എണ്ണയും കിട്ടും, കുരുവിന്ന് എണ്ണയും കിട്ടുന്നു. ജോ എങ്ങനത്താണ് അതെന്നറിയോ? ബഹുസേ കാമോമേ, ഒരുപാട് ഉപകാരങ്ങളിൽ, ഒരുപാട് കാര്യങ്ങളിൽ ഇസ്തിമാൽ ഹോത്താ ഹേ ഉപയോഗിക്കുന്നു. കുറേ കാര്യങ്ങൾക്ക് വേണ്ടി ഇതിൻ്റെ എണ്ണ ഉപയോഗിക്കാമല്ലോ. അപ്പോൾ ഈ എണ്ണയും എന്തില്ല, കുരുവിൽ എണ്ണ ഉണ്ടാവും. അപ്പോൾ ഈ കുരുവിന്ന് എണ്ണ എടുത്തു കഴിഞ്ഞാൽ കുറേ കാര്യങ്ങൾക്ക് നമുക്ക് ഉപയോഗിക്കാം. അതാണ് പച്ച മലയാളം പറഞ്ഞ. മനസ്സിലായോ? ഉസ്കി കുടിലീസെ അതിൻ്റെ കുരുവിൽ നിന്നും തേൽ ബി എണ്ണയും നിക്കാല ജാത്താ ഹൈ പുറത്തു കൊണ്ടുവരപ്പെടുന്നു എന്ന് പറഞ്ഞാൽ എടുക്കുന്നു എന്നർത്ഥം. ജോ എങ്ങനത്തെ എണ്ണകളാണ്? ബഹുസേ കാമോമേ, ഒരുപാട് കാര്യങ്ങളിൽ, പ്രവർത്തനങ്ങളിൽ ഇസ്തിമാൽ ഹോത്താ ഹേ ഉപയോഗിക്കുന്നു. ഒരുപാട് ജോലികളിൽ, ഒരുപാട് കാര്യങ്ങളിൽ ഇതിൻ്റെ ആവശ്യം വരും എന്നർത്ഥം. നീംസെ ബനേ ഹുയേ തേൽ, നീം കൊണ്ട് ഉണ്ടാക്കപ്പെട്ട എണ്ണ, വേപ്പ് കൊണ്ട് ബനേ ഹുയെ ഉണ്ടാക്കപ്പെട്ട തേൽ എണ്ണ, ഓർ സാബിൻ കെ ഇസ്തിമാൽ സാബൂൻ്റെ ഉപയോഗവും, ഓർ നീം കി ചാൽക്കോ, അതുപോലെ ചാൽ എന്ന് പറഞ്ഞാൽ തോല് എന്നർത്ഥം. ചാൽ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? തോല്. അപ്പോൾ ഓർ നീം കി ചാൽക്കോ, നമ്മുടെ വേപ്പിൻ്റെ തോല് കൊണ്ട് എന്നല്ല, വേപ്പിൻ്റെ തോലിനെ ഗിസ്കർ ലഗാനേസെ ഉരസിയിട്ട് തേക്കൽ കൊണ്ട്, ഗിസ്ന എന്ന് പറഞ്ഞാൽ ഉരസുക, വരുതുക എന്ന് പറയില്ല നമ്മൾ, മനസ്സിലായോ? വരുതുക, അതിന് തന്നെ പറയാം ഉരസുക എന്ന് പറഞ്ഞാൽ. അപ്പോൾ തോലിങ്ങനെ വരുത്തിക്കാണ്ട് ലഗാനേസെ തേക്കൽ കൊണ്ട്, തേക്കൽ കൊണ്ട് മനസ്സിലായോ? എന്ന് പറഞ്ഞാൽ ഈ തോലെടുക്കുക വേപ്പിൻ്റെ, എന്നിട്ട് അങ്ങനെ വരുതുക, എന്നിട്ട് വരുത്തിയിട്ട് നമ്മൾ തേക്കുക. നമ്മൾ സമ്മന്തി ഇതൊക്കെ ഉണ്ടാക്കൂലേ, വരുതി കാണ്ടൊക്കെ പണ്ടൊക്കെ അമ്മിമ്മലൊക്കെ ഇട്ടുകാണ്ട് ഇങ്ങനെ ആട്ടിക്കാണ്ട്. ഇതെന്താ വെച്ചാൽ വരുത പറഞ്ഞാൽ കൈ കൊണ്ടാണ് വരുതുന്നത് മാത്രം. ഏതായാലും ഉരസി തേച്ചാൽ പൂടെ പുൻസിയ, കുരുകളൊക്കെ, പൂടെ പുൻസിയ എന്ന് പറഞ്ഞ പ്രയോഗമാണ്. കുരുകൾ നമ്മൾ മേത്തുള്ള ചെറിയ ചൊള്ള കുരുകൾ, അങ്ങനെ പല അർത്ഥത്തിലും പറയും. അപ്പോൾ അതിനാണ് പൂടെ പുൻസിയ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതൊക്കെ ടീക്ക് ഹോ ജാതി ഹൈ, ശരിയാകുന്നു. അങ്ങനെ ഉരച്ച് തേച്ചാൽ പൂടെ പുൻസിയ കുരുകളൊക്കെ ടീക്ക് ഹോ ജാതി ഹൈ, ശരിയാകുന്നു. നീം കി ടഹ്നി ബി ബഡേ കാം കി ചീസ് ഹേ, ഈ നമ്മളുടെ ഈ നീമിൻ്റെ കൊമ്പും, ടഹ്നി എന്ന് പറഞ്ഞാൽ കൊമ്പ്, വേപ്പിൻ്റെ കൊമ്പും ബഡേ കാം കി ചീസ്, വളരെ ഉപകാരമുള്ള ഒരു വസ്തുവാകുന്നു, വളരെ ഉപകാരമുള്ള ഒരു വസ്തുവാകുന്നു. മിസ്വാക്ക് കാം കർത്തിയ, ഇത് മിസ്വാക്കിൻ്റെ ജോലി ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഇതുകൊണ്ട് മിസ്വാക്ക് നമുക്ക് ഉണ്ടാക്കാൻ കഴിയും. ഈ നീമിൻ്റെ പേടോണ്ട് നമുക്ക് മിസ്വാക്ക് ഉണ്ടാക്കാൻ കഴിയും. അതാ പറയണേ മിസ്വാക്ക് കാം കർത്തി ഹേ, ഇത് മിസ്വാക്കിൻ്റെ ജോലി ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ മിസ്വാക്കായിട്ട് ഉപയോഗിക്കാൻ നമുക്ക് പറ്റുന്ന. കടുവി തു ജറൂർ ഹേ, ഇത് നല്ല എന്താ പറയുക, കടുവി പറഞ്ഞാലേ മനസ്സിലായ? കടുവി പറഞ്ഞാലേ രസം എന്നുള്ളതിൻ്റെ നേരെ ഓപ്പോസിറ്റ്, രസമില്ലാത്ത അവസ്ഥക്കാണെന്ന് പറയാം കടുവി എന്ന് പറയാം. എന്ന് പറഞ്ഞാൽ കയ്പ്പ്. കടുവി തു ജറൂർ, ഇതെന്തായാലും നിർബന്ധമായും കയ്പ്പ് തന്നെയാണ്. കടുവി തു ജറൂർ ഹേ, ഇത് കയ്പ്പാണ് എന്നുള്ളത് തു ജറൂർ ഹേ, ഉറപ്പാകുന്നു. ജറൂർ ഹേ എന്നാൽ ഉറപ്പാകുന്നു എന്നാണ് പറയുക അർത്ഥം. മനസ്സിലായോ? ഇത് കയ്പ്പാണ് എന്നുള്ളത് എന്താണ്? ഉറപ്പാണ്. മഗർ പക്ഷേ, ബട്ട്, മഗർ പക്ഷേ, ദാന്തോങ്കോ പല്ലുകൾക്ക് ബഹുസി ബീമാരിയോൻസെ ഒരുപാട് രോഗങ്ങളിൽ നിന്നും, ബഹുസി പറഞ്ഞ ഒരുപാട്, ധാരാളം, ബീമാരിയോൻസെ രോഗങ്ങളിൽ നിന്നും, മഹ്ഫൂസ് രക്തി ഹേ സംരക്ഷിക്കപ്പെടുന്നു, സംരക്ഷണം നൽകുന്നു. മഹ്ഫൂസ് രക്തി പറഞ്ഞാൽ സംരക്ഷണം നൽകുന്നു അല്ലെങ്കിൽ സംരക്ഷിക്കുന്നു. അപ്പോൾ ഇത് നമ്മൾ മിസ്വാക്കായിട്ട് ഉപയോഗിച്ച് കണ്ടേ പല്ലണ് തേച്ചാലേ അടിപൊളികരം, ഒരുപാട് രോഗങ്ങൾ പമ്പ കടക്കും. മനസ്സിലായോ? മഹ്ഫൂസ് രക്തിയെ സംരക്ഷിക്കപ്പെടുന്നു എന്നർത്ഥം. ബീമാരിയോ ബഹുസി ബീമാരിയോं से महफूज रखती है. ഓക്കെ, അപ്പോൾ ശരിക്കും പഠിക്കുക. സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം.